ശബരിമല ക്ഷേത്രത്തിന്റെ പേര് ദേവസ്വം ബോർഡ് മാറ്റിയതിൽ ദുരൂഹത. ക്ഷേത്രത്തിന്റെ പേര് മാറ്റിയത് ദേവസ്വം മന്ത്രിയുടെ അറിവില്ലാതെ. തീരുമാനം നിഗൂഢമാണെന്നും ദേവസ്വം ബോർഡിനോട് അടിയന്തരമായി വിശദീകരണം തേടുമെന്നും ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. കഴിഞ്ഞ ഒക്ടോബർ 5-നാണ് ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ പേര് ശബരിമല ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രം എന്ന് ദേവസ്വം ബോർഡ് മാറ്റിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒട്ടേറെ ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളുണ്ടെന്നും അയ്യപ്പസ്വാമി ക്ഷേത്രം ശബരിമലയിൽ മാത്രമാണെന്നുമാണ് ഇതിന് ദേവസ്വം ബോർഡ് നൽകുന്ന വിശദീകരണം. ക്ഷേത്രത്തിന്റെ പേര് മാറ്റിയതറിയിച്ച് ദേവസ്വം സെക്രട്ടറി പുറത്തിറക്കിയ ഉത്തരവിലും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ 1.5 മാസം മുമ്പ് ക്ഷേത്രത്തിന്റെ പേര് മാറ്റിയ വിവരം പരസ്യമാക്കിയത് ഞായറാഴ്ച മാത്രമല്ല ക്ഷേത്രത്തിന്റെ പേര് മാറ്റിയ വിവരം ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ബോർഡിലെ ഒരംഗവും അറിഞ്ഞിരുന്നില്ല. ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ചെറുക്ഷേത്രങ്ങളുടെ പേര് മാറ്റാൻ ബോർഡിന് സ്വമേധയാ സാധിക്കില്ല. ക്ഷേത്രത്തിന്റെ പേര് മാറ്റുന്നതിന് സർക്കാരിന്റെ അനുമതി ആവശ്യമാണ്. ഈ അനുമതിയില്ലാതെ ഏകപക്ഷീയമായിട്ടാണ് വൻ പ്രശസ്തിയുള്ള ശബരിമല ക്ഷേത്രത്തിന്റെ പേര് ദേവസ്വം ബോർഡ് മാറ്റിയത്. ആ ഉത്തരവിൽ ഒപ്പിട്ടിരിക്കുന്നത് ബോർഡ് സെക്രട്ടറിക്ക് വേണ്ടി ഒരു അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. ബോർഡ് സെക്രട്ടറിക്ക് അങ്ങനെ ഒരു ഉത്തരവിറക്കാനുള്ള അധികാരമില്ല. യഥാർത്ഥത്തിൽ അവിടെ എക്സിക്യൂട്ടീവ് അതോറിറ്റി എന്ന് പറയുന്നത് ദേവസ്വം കമ്മീഷണറാണ്. കമ്മീഷണറെ മാറ്റി നിർത്തി നടത്തിയ ഒരു തീരുമാനമാണ്. ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഈ കേസിൽ ദേവസ്വം ബോർഡിന്റെ നിലപാടിനെ സഹായിക്കുന്നതിനാണ് ക്ഷേത്രത്തിന്റെ പേര് മാറ്റിയതെന്നാണ് സൂചന. അതേസമയം ശബരിമല ക്ഷേത്രത്തിന്റെ പേര് മാറ്റിയതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് വിശദീകരണം തേടുമെന്നും അദ്ദേഹം അറിയിച്ചു. കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, സന്നിധാനം. പ്രയാറിന്റെ നീക്കം പ്രകോപനപരമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM നേതാവ് P. ബിജു, BJP ജനറൽ സെക്രട്ടറി BJP നേതാവ് B. രാധാകൃഷ്ണ മേനോൻ, കോൺഗ്രസ് നേതാവ് പഴകുളം മധു, അഭിഭാഷകൻ രഞ്ജിത്ത് മാരാർ എന്നിവർ അല്പസമയത്തിനകം അയ്യപ്പ ധർമ്മസേനയുടെ പ്രസിഡന്റ് രാഹുൽ ഈശ്വറും ഈ ചർച്ചയിൽ തത്സമയം പങ്കുചേരും.